നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് സ്വാഗതം. എന്നെ പെട്ടെന്ന് കാണുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു ആക്ടറാണെന്ന് തോന്നാനുള്ള ഒരു സാധ്യതയില്ല. എന്നോട് പല സമയത്തും പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ നാടകത്തിൽ ഒരു നമ്മളൊരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എപ്പോഴും നമ്മൾ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ളൊരു ആക്ടിങ്ങിനെ കുറിച്ചിട്ട് ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ള അതാ. മൈന്യൂട്ടായിട്ടുള്ള ആക്ടിങ് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്തയുണ്ടായിരുന്നത്. എപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഒരു ആക്ടർക്ക് നിൽക്കാവുന്ന ഒരു സ്പേസ് ആയിരുന്നില്ല. ഒരു 93-94 കാലഘട്ടത്തിലാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. അതായത് നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ വേറെ പണി നോക്കിയിട്ട് ഇതിൽ നിൽക്കുക എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായിരുന്നു തിയേറ്ററിനെ സംബന്ധിച്ച്. മറ്റു സിനിമയുടെ കാര്യത്തിനെ കുറിച്ചിട്ട് എനിക്കൊന്നും പറയാനില്ല, അല്ലെങ്കിൽ സീരിയലിനെ കുറിച്ച് എനിക്ക് പറയാൻ ആയിട്ടുമില്ല. അത്ര എക്സ്പീരിയൻസ്ഡ് ഒന്നുമല്ല ഞാൻ. കാരണം ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും ഒരു ആക്ടറാകുമ്പോൾ. അപ്പോൾ അവരുടെ രീതികൾ എന്താ, അവർക്ക് വേണ്ടി നമ്മളെന്താ ചെയ്യേണ്ടത് എന്നുള്ള അങ്ങനത്തെയൊക്കെ കുറേ ഇൻട്രാക്ഷൻസും കുറേ കാര്യങ്ങളും അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും ക്രിയേറ്റീവായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനും സാധിക്കും. നാടകമാണ് പിൻബലം. ചാരങ്ങാട്ട് മഹാദേവൻ എന്ന് പറഞ്ഞാൽ ഇന്ന് കുറേയേറെ പേർക്ക് അറിയാം. ഈ ഇത്തിരി നേരം ഒത്തിരി കാര്യങ്ങളുമായി എനിക്കൊപ്പമുള്ളത് നടൻ സത്യജിത്ത്. സത്യേട്ട നമസ്കാരം. നമസ്കാരം. സത്യേട്ടൻ ഇന്ന് കൂടുതലും സത്യേട്ടനായിട്ടല്ല ജീവിക്കണം തോന്നുന്നുണ്ട് അല്ലെ? ആളുകളുടെ മനസ്സിൽ ചാരങ്ങാട്ട് മഹാദേവനായിട്ടാണ്. ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന ഗൗരി ശങ്കരം എന്ന് പറയുന്ന പരമ്പര കാണുന്നവർക്കറിയാം. അവരുടെ ചിലപ്പോൾ ആ രൂപം കണ്ടിട്ട് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയുമെന്ന് എനിക്കറിയില്ല. ചാരങ്ങാട്ട് മഹാദേവൻ എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്യുന്ന സത്യേട്ടൻ്റെ കൂടെയാണ് ഞാൻ ഈ സമയം ചെലവഴിക്കാൻ പോണത്. പറയൂ, എങ്ങനെയാണ് ആ ഒരു കഥാപാത്രം സത്യേട്ടനിലേക്ക് വരുന്നത്? ഞാൻ അധികം നാടകങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ സീനിയറായിട്ട് ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിലത്തെ കഴിഞ്ഞിട്ടാണ് 89 ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചെന്നു. 94 കൂടിയിട്ട് ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അപ്പോൾ എൻ്റെ സീനിയറായിട്ട് അവിടെ അജിത് എം ഗോപിനാഥ് എന്ന് പറഞ്ഞിട്ട് ആളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് എന്നെ ഈ സീരിയലിലേക്ക് കൊണ്ടുവന്നത്. ഞാൻ ആളോട് പറയുകയാണ് ചെയ്തത് ആക്ച്വലി. എന്താ വെച്ചാൽ ഞങ്ങൾ ഈയിടെ മരിച്ചുപോയ പ്രശാന്ത് നാരായണൻ എന്ന് പറഞ്ഞിട്ട് ഒരു നാടകം ഒക്കെ ചെയ്യുന്ന, എന്താണ് മോഹൻലാലിനെയൊക്കെ വെച്ചിട്ട് ഛായാമുഖിയൊക്കെ ചെയ്തിട്ടുള്ള ആളുടെ സുഖാനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു നാടകം ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെൻട്രൽ റോള് ഞാനാണ് ചെയ്തിരുന്നത്. അവിടെ വെച്ചിട്ടാണ് അജിത്തേട്ടനെ കണ്ടത് കുറേ കാലങ്ങൾക്ക് ശേഷം. അപ്പോൾ അജിത്തേട്ടൻ്റെ വൈഫ് ഭാനുമതി ചേച്ചി അതിൽ ആക്ട് ചെയ്യുകയും പിന്നെ അതിൻ്റെ കോസ്റ്റ്യൂം ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഈ സുഖാനി ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു റീപ്രൊഡക്ഷനായിട്ടാണ് അത് ചെയ്തത്. പ്രശാന്ത് എന്നോട് ഒന്ന് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അത് ചെയ്യുകയാണ് ഉണ്ടായത്. അവിടെ വെച്ചിട്ടാണ് അജിത്തേട്ടനോട് ഞാനൊരു താല്പര്യം പറഞ്ഞത്, ഈ സീരിയലിലേക്ക് ഒന്ന് കയറിയാൽ കൊള്ളാമുണ്ട്. അപ്പോൾ ആള് ഓക്കെ നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പല ആൾക്കാരും ഇതുപോലെ പറഞ്ഞിട്ടുള്ള കൂട്ടത്തിൽ ഒരു നോക്കാൻ കൂടി വിചാരിച്ചു. പക്ഷെ അങ്ങനെയായിരുന്നില്ല. ആള് വളരെ ആത്മാർത്ഥമായിട്ട് എനിക്ക് വേണ്ടിയിട്ട് ചെയ്യുകയും അതിൻ്റെ പ്രൊഡ്യൂസർ കൃഷ്ണേട്ടനായിട്ട്, കൃഷ്ണകുമാർ സേതുകുമാർ അദ്ദേഹത്തിൻ്റെ പേര്, പരിചയപ്പെടുത്തുകയും അപ്പോൾ അത് പിന്നെ എന്തോ അദ്ദേഹം പറഞ്ഞിട്ടാണ് ഈ ഏഷ്യാനെറ്റ് അംഗീകരിക്കുകയൊക്കെ ചെയ്തത് തോന്നുന്നുണ്ട്. എന്നെ പെട്ടെന്ന് കാണുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു ആക്ടറാണെന്ന് തോന്നാനുള്ള ഒരു സാധ്യതയില്ല. എന്നോട് പല സമയത്തും പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. മീൻസ് ഞാനിപ്പോൾ നാടകത്തിൽ ഇപ്പോൾ ഒരു
ഒരു 5-8 കൊല്ലം മുമ്പ് ഷെനയുടെ ഷെന എന്ന് പറഞ്ഞിട്ടൊരു ഫ്രഞ്ച് പ്ലെയർ ആയിട്ടുണ്ട്. ആളുടെ ഒരു ഗ്രാൻഡ് ബാൽക്കണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേ ഉണ്ട്. അത് ശശിധരൻ നടുവിലാണ്, തൃശ്ശൂരുള്ള ശശിധരൻ നടുവിലാണ് അത് ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ എന്നോട് അതിൽ ഒരു ഇത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഒരു ഓൾമോസ്റ്റ് ഒരു ഡിക്റ്റേറ്റർഷിപ്പ് പോലെയുള്ള ഒരു കക്ഷിയായിട്ടാണ് ഞാൻ ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പോലീസ് ചീഫ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് അതിൽ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്തിട്ട് പല ആൾക്കാർ അത് ചെയ്യുന്നത് വേറൊരു രീതിയിലാണ് ഞാനത് ചെയ്തത്. അതിൻ്റെ മേക്കപ്പും പിന്നെ അതിൻ്റെ കോസ്റ്റ്യൂമും പിന്നെ ചെയ്യുന്നൊരു രീതിയും വേറെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ ആൾക്കാർ വന്നിട്ട് എന്നോട് ചോദിച്ചു നിങ്ങൾ തന്നെയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. മീൻസ് അത്രയും അടുത്തറിയാത്ത ആൾക്കാർ കേട്ടോ, വേറെ നന്നായിട്ട് പരിചയമുള്ള ആൾക്കാരല്ല. അല്ലാണ്ട് എന്നോട് ചോദിക്കാറുണ്ട്. സ്വാഭാവികമായിട്ട് എൻ്റെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ ഒരു ആക്ടറാണെന്നൊന്നും തോന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. മറ്റുള്ളവരുടെ തോന്നൽ അതാണെന്നാണ് എൻ്റെ തോന്നൽ. പക്ഷെ അല്ല, ഒരു കാര്യം പറയണം, ചാരങ്ങാട്ട് മഹാദേവൻ ഭയങ്കര ലൗഡാണ്. ആ ഒരു ആളെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ശരിയാണ്. കാരണം ഞാൻ ഫോൺ വിളിക്കുമ്പോഴാണെങ്കിലും വളരെ സൗമ്യമായി സംസാരിക്കുന്ന ഒരാൾ ഞാൻ. ഹായ്. അപ്പൊ ആ ഒരു ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കാം എന്നൊക്കെ സത്യേട്ടൻ വന്നതിന് ശേഷമാണോ ആ ക്യാരക്ടർ അങ്ങനെ ആയത്? എന്നോട് അവർ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ തൃശ്ശൂർ ഭാഷയിൽ സംസാരിക്കണം എന്ന് പറഞ്ഞു. ആദ്യം ഞാൻ വിചാരിച്ചു എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ തൃശ്ശൂർ ഭാഷ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. ഞാൻ തൃശ്ശൂരായതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈസിയായിട്ട് അതൊരു അങ്ങനെയാണ് ക്യാരക്ടർ എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഒരു നമുക്ക് എങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം അവർ തന്നിട്ടുണ്ട്. അത് കാരണം കൊണ്ട് കൂടിയാണോ ഞാൻ അങ്ങനെ ആ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് അങ്ങനത്തെ ഒരാൾ ഭയങ്കരമായിട്ട് ഓപ്പൺ അപ്പ് ചെയ്യാവുന്നൊരു ആളാണെന്ന് എനിക്ക് തോന്നി. ശരിക്കും ആ ഒരു ക്യാരക്ടർ ഇങ്ങനെ അങ്ങനെ സംസാരിക്കുകയും ചിലപ്പോൾ ചിരിക്കുകയും പിന്നെ അയാളുടെയൊക്കെ ജസ്റ്റേഴ്സൊക്കെ ഭയങ്കരമായിട്ട് ഇത്തിരി കൂടുതലായിട്ട് വരുന്ന ഒരു തരം ആളാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ പിന്നെ അതിൻ്റെ ആദ്യം ഇതിൻ്റെ ഡയറക്റ്റ് ചെയ്തത് മഞ്ജു ധർമ്മൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളായിരുന്നു. ഇത് ഞാൻ വരുന്ന സമയത്ത് ഡയറക്റ്റ്. പിന്നെ അദ്ദേഹം പോവുകയും പിന്നെ ഇപ്പോൾ സരിൻ എന്ന് പറയുന്ന ഡയറക്ടറാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും എന്നോട് വേറെ അയ്യേ എന്നൊന്നും പറഞ്ഞില്ല. അത് കാരണം കൊണ്ട് അങ്ങനെ പോകണമെന്നേ ഉള്ളൂ. അല്ലാണ്ട് ഭയങ്കര ഗംഭീരമായിട്ടാണ് ആ ക്യാരക്ടറെ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും സത്യേട്ടനെ കണ്ടാൽ ചോദിക്കാൻ കൗതുകം ഉണ്ടായിരുന്ന ഒരു കാര്യം അത്. കാരണം ഒരുപാട് ചെറിയ ചെറിയ സാധനങ്ങൾ ആ ക്യാരക്ടറിനെ എന്താ പറയുക ഭയങ്കര ഭംഗിയാക്കണ കുറേ കാര്യങ്ങൾ എന്നും ഇങ്ങനെ കിട്ടാറുണ്ട്. അപ്പൊ അത് സത്യേട്ടൻ്റെ കയ്യിൽ നിന്ന് വന്നതാണോ എന്ന് അറിയാനൊരു കൗതുകം ഉണ്ടായിരുന്നു. അത് ഞാൻ നാടകത്തിൽ ഒരു നമ്മളൊരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എപ്പോഴും നമ്മൾ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ളൊരു ആക്ടിങ്ങിനെ കുറിച്ചിട്ട് ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ള അതാ. മൈന്യൂട്ടായിട്ടുള്ള ആക്ടിങ് എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു ചിന്തയുണ്ടായിരുന്നത്. എപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അതിൻ്റെ ഒരു വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. അത് ഞാൻ മെത്തേഡ് ആക്ടിങ്ങിനെ കുറിച്ചിട്ട് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ട്രെയിനിങ് ഒന്നും എനിക്ക് ഞാൻ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. പിന്നീടൊക്കെ ഉള്ള ബാച്ചുകൾക്കൊക്കെ കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്കത് വായിച്ചറിവൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്കൊന്ന് പരീക്ഷിക്കണം എന്നൊക്കെ തോന്നിയിട്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ 2010 ഒരു ചെറിയ പ്ലേ ചെയ്തിരുന്നു. അതെന്താന്ന് പറഞ്ഞിട്ടുള്ള പ്ലേ അത് ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ അതിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് എനിക്ക് 2 ആക്ടേഴ്സിനെ കിട്ടി. അത് തൃശ്ശൂരുള്ള ആൾക്കാർ തന്നെയാണ്. പറഞ്ഞാൽ അറിയും. TG രവിയും അദ്ദേഹത്തിൻ്റെ മകനുമാണ് ശ്രീജിത്ത് രവിയാണ്. അവരാണോ ചെയ്തത്? അതെ. അപ്പോൾ 2010 അവരെ വെച്ചിട്ട് അത് ചെയ്തു. അത് ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവലിൽ ഇറ്റ്ഫോക്ക് ഇപ്പം നടക്കുന്നുണ്ട്. അതിൽ കളിക്കുകയും ചെയ്തു. അത് ആ പ്ലേ അതിന്
കിട്ടിയ ഗുണം എന്താണെന്ന് വെച്ചാൽ അത് ടി ജി രവി എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒന്നും ഒരു 10-25% പോലും എടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ട്. അല്ല, അദ്ദേഹം ചെയ്ത റോൾസൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അത് മാത്രമല്ല, അദ്ദേഹം അറിയാണ്ട് എന്നെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെയുണ്ടായി. അദ്ദേഹം അറിഞ്ഞിട്ടില്ല, പക്ഷെ എനിക്ക് നമ്മൾ പഠിക്കുന്ന അങ്ങനെയുണ്ടല്ലോ, ഇതൊരു തരം ഇൻട്രാക്ഷൻസ് ആണല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പല കാര്യങ്ങളും എങ്ങനെയാണ് ഒരു ആക്ടർ ചെയ്യേണ്ടതെന്നുള്ള കാര്യം അദ്ദേഹം അറിയാണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് എന്നെ. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ വിജയമായിരുന്നു സത്യത്തിൽ. ആ പ്ലേ ചെയ്യുന്ന സമയത്ത് ഞാനൊരു 100 പേരെയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളൂ അത് കാണാൻ വേണ്ടിയിട്ട്, ഓഡിയൻസ്. കാരണം എന്താ വെച്ചാൽ അത് വളരെ നിശബ്ദമായിട്ടുള്ള ഒരു ക്ലാസ് റൂം പ്രൊഡക്ഷൻ എന്നൊക്കെ പറയില്ല, അത്രയും ചെറിയൊരു ഓഡിയൻസിനാണ് അത് പറ്റുക. പക്ഷേ ഇവർ സെലിബ്രിറ്റീസ് ആണല്ലോ. അപ്പോൾ റീജിയണൽ തിയേറ്ററിൻ്റെ ഉള്ളെന്ന് പറയുന്നത് കപ്പാസിറ്റി എന്ന് പറയുന്നത് 758 ആണെന്നുണ്ട് അതിൻ്റെ കപ്പാസിറ്റി. അതും കഴിഞ്ഞ് ഒരു 1000-ലും മേലെ ആൾക്കാർ നിലത്തൊക്കെ ഇരുന്ന് അങ്ങനെ പാക്ക്ഡായിരുന്നു. ഞാൻ വിചാരിച്ചു ഇത് പൊളിയും, ഈ നാടകം സത്യത്തിൽ പൊളിയെന്നാണ് വിചാരിച്ചത്. ഞാൻ തീരെ ഹാപ്പി ആയിരുന്നില്ല. അത് ഞാൻ വിചാരിച്ചതെന്താ വെച്ചാൽ കുറച്ച് ആൾക്കാരെ വിട്ടിട്ട് പിന്നെ ഗേറ്റ്സൊക്കെ അടച്ചിടുക എന്നാണ് വിചാരിച്ചത്. അതൊന്നും നടന്നില്ല. അതൊക്കെ ആൾക്കാർ തള്ളിക്കയറി. പക്ഷേ ഇത് 11 മിനിറ്റേ ഉള്ളൂ ഈ നാടകം കേട്ടോ. ആ 11 മിനിറ്റ് ഒരു മൊബൈൽ ഫോൺ അടിക്കുകയെ, ഒരു തരം ശബ്ദം ഉണ്ടാവുകയെ, പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ. വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് അതിന് പറയുന്നത്. ഞാൻ ഉണ്ടാക്കിയ കഥയൊന്നുമല്ല, അതൊക്കെ ഉള്ള കഥകളാണ്. അതൊരു മറ്റേ ഗ്രീക്ക് ഒരു ഷോർട്ട് ഫിലിമൊക്കെ ആയിട്ട് വരുന്നുണ്ട്, വാട്ട്സ് ഇറ്റ് എന്ന് പറയുന്ന ഒരു അതൊക്കെ ഉണ്ടായി. അപ്പോൾ അതിനെ നമ്മൾ കേരളീയനുമായിട്ടുള്ളൊരു ചെറിയ വ്യത്യാസത്തിലേക്ക് എടുത്തു. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഞാൻ ഹിഡനായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചു, എന്നൊക്കെ എൻ്റേതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചു. അത്രയാണ് അതിൻ്റെ ഉള്ളിലത്തെ ഒരു കാര്യം. അപ്പോൾ ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിജയമായിരുന്നു. അത് വിജയമാവുക എന്ന് പറയുന്നത് ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ അത്രയും വിജയമായിരുന്നു. അതുമാത്രമല്ല, പിന്നെ ഒരാൾ എന്നെ വിളിച്ച് സംസാരിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനും എൻ്റെ കുട്ടിയായിട്ടാണ് അത് കാണാൻ വന്നത്. അത് കഴിഞ്ഞിട്ട് അവൾ എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്ന് പറയുന്ന കാര്യം എന്നെ വിളിച്ചു പറഞ്ഞു. അതുപോലെ തന്നെ രവിയേട്ടൻ, ടി ജി രവി, ആളുടെ ആരോ വക്കീലാണെന്നാണ് പറഞ്ഞത്. ഇതേപോലെ ഒരേ കൂരയുടെ താഴെ താമസിക്കുന്ന സ്വന്തം അമ്മയൊക്കെ കണ്ടിട്ട് മാസങ്ങളായി എന്ന് പറയണ, മീൻസ് മീറ്റ് ചെയ്ത്. ഇത് കഴിഞ്ഞിട്ട്, ഈ പ്ലേ കഴിഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് പോയി കൈയൊക്കെ പിടിച്ച് 3/4 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചു എന്ന് രവിയേട്ടനെ വിളിച്ച് അദ്ദേഹം. അപ്പോൾ ഒരു ചെറിയ ചലനം ഉണ്ടാക്കാൻ, ആരിലൊക്കെയോ ഒരു ചലനം ഉണ്ടാക്കാൻ അത് സാധിച്ചു എന്ന് പറയുന്നത് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ എന്താ പറയുക അവാർഡാണ്. അതിലും മേലെ ഒന്നും ചെയ്യാനില്ല. ഒരു നാടകം ചെയ്തിട്ട് അങ്ങനെയൊന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല, ഞാനൊരു നാടകം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പോൾ ഞാൻ എപ്പോഴും വളരെ കുറച്ച് നാടകങ്ങളാണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൂ. കൂടുതലും ആക്ടിങ് ആണ്. അല്ല, അതുമല്ല, ആക്ടിങ്ങും അല്ല. ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഉള്ള സമയം എന്ന് പറയുന്നത് ചിലപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല, എന്നാലും ഞാൻ പറയാണ്, ഒരു ആക്ടർക്ക് നിൽക്കാവുന്ന ഒരു സ്പേസ് ആയിരുന്നില്ല. ഒരു 93-94 കാലഘട്ടത്തിലാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. അതായത് നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ വേറെ പണി നോക്കിയിട്ട് ഇതിൽ നിൽക്കുക എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അധികവും ആക്ടിങ്ങിനല്ല പോയത്, വളരെ കുറച്ച് ആക്ടിങ്ങും. പിന്നെ ചെയ്തു തരുന്നത് മ്യൂസിക് ഡിസൈനാണ് ചെയ്തു തരുന്നത്. ഒരു നാടകങ്ങളുടെ മ്യൂസിക്കൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ അത്രയാണ്. അതിലേക്ക് കൂടുതൽ കിടക്കാണ്ടിരിക്കുകയാണ് നല്ലത്. എനിക്ക് അങ്ങനെ
അങ്ങനെയല്ല, എനിക്ക് അതിനെ പറ്റി സംസാരിക്കാൻ ഇഷ്ടമല്ല. അത് വേണ്ട, പോട്ടെ, മാറ്റു. ഈ സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് വരാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം? അവിടുത്തെ ഒരു നാടക സംസ്കാരമാണോ, അതിനോടുള്ളൊരു അട്രാക്ഷൻ ആണോ? ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു ജോലിയൊക്കെ ചെയ്തിരുന്നു. ഒരു റബ്ബറിൻ്റെ ഒരു ഫേമിൽ ഞാൻ കെമിസ്റ്റും സൂപ്പർവൈസറൊക്കെ ആയിട്ട് ചെറിയ ഒരു ജോലി ഉണ്ടായിരുന്നു. അവിടെ ഒരു സെൻട്രിഫ്യൂജൽ ഒരു കമ്പനി ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ. അപ്പോഴാണ് അവിടെ, ഞാൻ പൂങ്കുന്നത്താണ് താമസിക്കുന്നത്, അവിടെ സ്കൂൾ ഓഫ് ഡ്രാമയിലുള്ള സീനിയേഴ്സായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് കുട്ടികളുടെ നാടകമൊക്കെ അവിടെ ചെയ്തിരുന്നു. അവിടുന്ന് തുടങ്ങിയിട്ടാണ് എനിക്ക് അതിനോട് ഒരു പ്രതിപത്തി ഉണ്ടാവുകയും ഒരു താല്പര്യം ഉണ്ടാവുകയും അങ്ങനെ സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് വരികയും ചെയ്തത്. പക്ഷേ ആക്ച്വലി എൻ്റെ അച്ഛൻ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഞാനൊന്നും കണ്ടിട്ടില്ല കേട്ടോ. മീൻസ് ആൾ ഉണ്ടായിരുന്ന കാലത്തൊന്നും അങ്ങനെ ഉണ്ടായില്ല. ആൾ വേറെ ഫീൽഡിലായിരുന്നു വർക്ക് ചെയ്തത്. എൻ്റെ അച്ഛനും വേറെ ആളും കൂടിയിട്ടാണ് ഈ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ തൃശ്ശൂർ ഫൗണ്ടർ മെമ്പേഴ്സാണ് അവർ. അങ്ങനെയാണ്. ആൾ ആർമി മെഡിക്കൽ കോറിലായിരുന്നു. അത് കഴിഞ്ഞ് വന്ന് അപ്പം മരിച്ചു പോയിട്ടുള്ള CJ പോൾ അല്ലേ നടൻ, സി ഐ പോൾ തെറ്റി പറഞ്ഞു. ഞാൻ തെറ്റി പറയാൻ പാടില്ല, ഞാൻ പറയും. ആളൊക്കെ ആയിട്ട് അച്ഛൻ നാടകം ചെയ്തിട്ടുണ്ടെന്ന്, അതൊന്നും കാണാനുള്ള ഇതൊന്നുണ്ട്. അതൊക്കെ വളരെ എത്രയോ 60s ഒക്കെ ആ സമയത്തായിരിക്കണം എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അച്ഛൻ മരിച്ചു പോയിട്ടൊരു 5-8 കൊല്ലമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ചെറിയൊരു പാരമ്പര്യം വേണമെങ്കിൽ പറയാം. അതൊന്നല്ല, പൊതുവിൽ അത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമുണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അങ്ങനെയാണ് നാടകത്തിലേക്ക് വരുന്നത്. ഞാൻ ജോലി ഉപേക്ഷിക്കുകയും നാടകത്തിലേക്ക് പോകണം എന്നുള്ള അത്രയും ആഗ്രഹം ഉണ്ടാവുക. അങ്ങനെ 89 ഒരു ലാസ്റ്റായിട്ടാണ് എൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്, സ്കൂൾ ഓഫ് ഡ്രാമയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അന്ന് വയല വാസുദേവൻ പിള്ളയായിരുന്നു. അപ്പോൾ ഞാൻ ഡയറക്ടറാവണമെന്നൊക്കെ മോഹിച്ചിട്ടാണ് അങ്ങോട്ട് ചാടിയത്. കാരണം ഇവരൊക്കെ ഡയറക്റ്റ് ചെയ്യാനുണ്ട്, ഇതാണ് ഏറ്റവും നല്ല പരിപാടി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സത്യൻ ഡയറക്ടറാവണ്ട, ആക്ടറായിക്കോ. അപ്പോൾ എനിക്കത് അത്ര കണ്ട് പിടിച്ചൊന്നുമില്ല. നമുക്ക് അല്ല, ഇത് ഇതിൻ്റെ മുകളിലിരിക്കുന്ന ഒരാളാണല്ലോ ഡയറക്ടർ പറയുന്നത്. അങ്ങനെയൊക്കെ വിചാരിച്ചുള്ളൊരു കൺസെപ്റ്റുകളായിരുന്നു. പിന്നീടാണ് അദ്ദേഹം പറഞ്ഞതാണ് അതിൻ്റെ ശരി. ആൾ കണ്ടെത്തുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അവർ അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾ എന്നിൽ നിന്ന് എന്താണ് വേണ്ടതെന്ന് ആൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരാൾ ആയിരുന്നു. അങ്ങനെ അദ്ദേഹമാണ് എന്നോട് ആക്ടറാവാൻ പറഞ്ഞത്. പിന്നെ എനിക്ക് ആദ്യമൊന്നും അത്ര ഇഷ്ടമായിരുന്നില്ല. പിന്നെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി അതായിരുന്നു ശരിയെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ആക്ടറാവുകയാണ് ഏറ്റവും നല്ലത് തിയേറ്ററിനെ സംബന്ധിച്ച്. മറ്റ് സിനിമയുടെ കാര്യത്തിനെ കുറിച്ചിട്ട് എനിക്കൊന്നും പറയാനില്ല, അല്ലെങ്കിൽ സീരിയലിനെ കുറിച്ച് എനിക്ക് പറയാൻ ആയിട്ടുമില്ല. അത്ര എക്സ്പീരിയൻസ്ഡ് ഒന്നുമല്ല ഞാൻ. കാരണം ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും ഒരു ആക്ടറാവുമ്പോൾ. അപ്പോൾ അവരുടെ രീതികൾ എന്താ, അവർക്ക് വേണ്ടി നമ്മളെന്താ ചെയ്യണ്ടേ എന്നുള്ള അങ്ങനത്തെയൊക്കെ കുറേ ഇൻട്രാക്ഷൻസും കുറേ കാര്യങ്ങളും അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും ക്രിയേറ്റീവായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഏറ്റവും നല്ലത് ആക്ടർ തന്നെയാണ്. എൻ്റെ ബാച്ചിലുണ്ടായിരുന്നതാണ് മണികണ്ഠനൊക്കെ ഇപ്പോൾ മറിമായോ, എൻ്റെ ബാച്ചിലുള്ള ആളാണ്. പിന്നെ രാജേഷ് ടച്ചറി പറഞ്ഞിട്ട് അറിയോ, അവരൊക്കെയാണ് ഈ ഫീൽഡിൽ ഇപ്പോൾ നിൽക്കുന്നത്. മണിയേട്ടപ്പോൾ ഡയറക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അതെ. അങ്ങനെ അപ്പം ഈ അഭിനയിക്കുന്നത് ഇപ്പം ഈ സീരിയലിലാണോ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്? നാടകം വിട്ടിട്ട് സീരിയലിൽ ഞാൻ ഇതിനു മുമ്പ് ഒരു സീരിയലിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് അത്ര പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു റോളൊന്നല്ല. ആകെ ഒരു ദിവസമോ 2 ദിവസമോ അങ്ങനെ എന്തോ ആക്ട് ചെയ്തിട്ടുള്ളൂ. അത് മഴവിൽ മനോരമ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടായ ഒരു സീരിയലാണ്. അത് മാനസവീണ അതിൻ്റെ പേര്.
ഓർമ്മ. ഓ അത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. ഇല്ല അതിലുണ്ടായിരുന്നില്ല, എനിക്ക് ഈ സീരിയൽ അറിയാം. എനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല. എന്തോ ഒരു വേറെ ഒരു സീരിയലും കൂടി ഞാൻ അതിൽ വർക്ക് ചെയ്തില്ല അങ്ങനെ. അപ്പോൾ അതിൽ ഒരു ഡോക്ടറായിട്ട് ഒരു ചെറിയത് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് ഉപ്പുമുളകിലും ഒരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. ഗരുഡൻ ഭാർഗവൻ എന്ന് പറഞ്ഞിട്ടൊരു ആയിട്ട് ഒരു ദിവസം വന്ന് പോണതാണ്. അത് ഭയങ്കര രസമായിട്ടാ. ഉപ്പുമുളകും ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര അത് ഇംപ്രവൈസേഷനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് അതിൻ്റെ ഒരു മാറ്റർ തന്നിട്ട് നമുക്ക് തന്നെ ഡയലോഗ്സൊക്കെ പറയാം. ആദ്യമേ ഞാൻ കയറി അതിൻ്റെ ഡയറക്ടറോട് പറഞ്ഞു, തൃശ്ശൂർ ഭാഷയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടിയും ഒരു ഫ്ലെക്സിബിളായിരിക്കും ഞാൻ. അതെ അതെ. അപ്പോൾ അങ്ങനെ അവർ തൃശ്ശൂരിൽ നിന്ന് വന്ന ഗുണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് അത് ചെയ്യാം. ഭയങ്കര ബിൽഡപ്പൊക്കെ ആയിരുന്നു. അത് കണ്ടു നോക്കണം. ഞാനൊന്നും പ്രതീക്ഷിച്ചില്ല അങ്ങനെയൊന്നും. എനിവേ അതൊരു രസമുള്ള കാര്യമായിരുന്നു. പിന്നെ KPSC ഉണ്ടായിരുന്ന ഒരു സീരിയലിൽ അതുപോലെ തന്നെ ഒരു തട്ടിമുട്ടി, അതിലും ഇതേപോലെ ഒരു ഡോക്ടറായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മഴവിൽ മനോരമയ്ക്കും. അല്ല നാടകങ്ങളല്ലാതെ ഇപ്പോൾ സീരിയൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. സിനിമ എന്നുള്ളൊരു ഇത് ഫിലിം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഭീകരമായിട്ടൊന്നല്ല, ചെറുതായിട്ട് ഒരു പ്രിയനന്ദൻ്റെ ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് അതിൽ വളരെ ചെറിയൊരു കണ്ടാൽ തന്നെ അറിയില്ല അമ്മാതിരി ഒരു റോളൊക്കെ ചെയ്തത്. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ പ്രിയനും ഞാനൊക്കെ ആയിട്ട് ഒരുപാട് നാടക സൗഹൃദങ്ങൾ അതൊക്കെ അങ്ങനെ വിളിക്കുകയും ഡാ നീ ഒന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ പോകാണ്ടിരിക്കില്ലല്ലോ. അങ്ങനെ പോയി ചെയ്തൊരു കാര്യമാണ്. അല്ലാണ്ട് ഒരു പ്രോമിനൻസ് അങ്ങനെ ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടല്ല സത്യത്തിൽ അതൊരു കാര്യം ചെയ്ത്. പിന്നെ ഒരു 5-8 ചെയ്തെന്ന് തോന്നുന്നു. എനിക്കത്ര അങ്ങനെ കറക്റ്റായിട്ടുള്ളൊരു ഓർമ്മയില്ല. പിന്നെ കന്യക ടോക്കീസ് എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം ഉണ്ടായിട്ടുണ്ട്. അതിൽ ലേനയൊക്കെ ആയിരുന്നു എൻ്റെ കോമ്പിനേഷൻ ആ സമയത്ത്. അത് സുനിൽ സുഗതയില്ലേ, സുനിൽ സുഗതയാണ് അത് എന്നെ വിളിച്ച് ഏൽപ്പിച്ചത്. സുനിലിൻ്റെ എന്തോ ബന്ധങ്ങളാണ്. സുനിലും ഞാനുമായിട്ട് ഒരുപാട് കൊല്ലം മുമ്പ് നാടകങ്ങളിൽ കൂടെ വന്നതാണ്. ഇതേപോലെ അവിടെ എന്താ പറയുക, NSDയിൽ ഉണ്ടായിരുന്ന KK രാജൻ എന്ന് പറഞ്ഞിട്ട് മരിച്ചുപോയി അദ്ദേഹം. ആളുടെ ഒരു പ്ലേ ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ ഞാനും സുനിലൊക്കെ ഒരുമിച്ച് ആക്ട് ചെയ്തായിരുന്നു. അതൊക്കെ ഈ 90s തുടക്കത്തിലുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നല്ല സൗഹൃദത്തിലാണ്. ഞങ്ങൾ തൃശ്ശൂർ അടുത്തുമാണ്. അങ്ങനെ സുനിൽ വിളിച്ച് തന്നാണ് ഈ കന്യക ടോക്കീസ്. പിന്നെ എബി എന്ന് പറയുന്ന സിനിമ, മറ്റേ പ്രശാന്ത് മുരളി അദ്ദേഹത്തിൻ്റെ, അതിൽ സുരാജിൻ്റെ ഡ്രൈവറായിട്ട് ചെറിയ റോള് ചെയ്തിരുന്നു, വളരെ ചെറുത്. അതൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്നില്ല. അങ്ങനെ മീൻസ് എനിക്ക് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ രൂപം ചേഞ്ച് ആവും. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഗുണോ ദോഷോ എന്താ പറയുക, അത് എന്താണെങ്കിലും അത് വേണമെന്നല്ലേ പറയാ ഒരു നടനല്ലേ. അത് പറഞ്ഞപ്പോഴേ മേക്കപ്പ് ചെയ്ത ആള് മാറുന്നു പറഞ്ഞുകൊണ്ട് പറയാ. അപ്പൊ ഈ ചാരങ്ങാട്ട് മഹാദേവനാണ് ഈ ആളെന്ന് ആളുകൾ തിരിച്ചറിയാറുണ്ടോ? എനിക്ക് തോന്നിയതേ നല്ല ഒബ്സർവേഷൻ ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവും. അവരിങ്ങനെ കണ്ടിട്ട് ആ ക്യാരക്ടറിനെ കണ്ടിട്ട് എൻ്റെ ഫേസ് നോക്കിയിട്ട് അങ്ങനെ നിൽക്കും. അപ്പോൾ എനിക്ക് മനസ്സിലാവും അവർക്ക് കിട്ടിയെന്ന്. അങ്ങനെ വന്ന് പരിചയപ്പെടാറുണ്ട് കുറേ ആൾക്കാർ വന്ന് സംസാരിക്കുകയും. അങ്ങനെ എന്തെങ്കിലും രസകരമായിട്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ല അങ്ങനെയല്ല, അവർക്ക് ആദ്യം ഞാൻ തന്നെ ആണോ എന്നൊരു സംശയം, ഒരു ഡൗട്ട് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ചിലർക്ക് വളരെ കൃത്യമാണ്, ഇന്നാളല്ലേ. പല ആൾക്കാർക്ക് അത് സംശയമുണ്ട്. ഇങ്ങനെ അത്രേ ഉള്ളൂ. അതിൽ കുറച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഇപ്പം ഈ ഫേസിന് അത്ര വല്ലാണ്ട് എന്ന് പറയാനില്ല. എന്നാലും പക്ഷെ എബിയിലൊന്നും അങ്ങനെയല്ല. എബിയിലും നല്ലോണം വ്യത്യാസമുണ്ട്. പിന്നെ ഒരു ഫിലിം ചെയ്തിട്ടുള്ളത് നഗരവാരിധി നടുവിൽ, ഞാൻ ശ്രീനിവാസിൻ്റെ ഒരു അച്ഛൻ്റെയും മകൻ്റെയും
സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടല്ലേ. വിനീതാണ് മറ്റേല്. ശരിയാണല്ലോ. അങ്ങനെ രണ്ടുപേരും സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിലും ചെറിയൊരു അതിൽ നഗരവാരതിയിൽ ഒരു ഹിന്ദിക്കാരനായിട്ടാണ് ഒരു തലയൊക്കെ ഷേവ് ചെയ്ത് ഒരു വേറൊരു രൂപമാണ് അത്. അതിൽ ലാലിനെ മറ്റേ ആക്ടർ ലാലില്ലേ, ലാലിനെ തട്ടിക്കളയണ ആളാണ് ഞാൻ. കൊടുമ്പില്ലനാണ്. ദൂരമില്ല. അതെ. എങ്ങനെയുണ്ട് ഇപ്പൊ ഈ ഒരു സീരിയല്? ഇഷ്ടപ്പെട്ട് വന്നതാണ്. എങ്ങനെ തോന്നുന്നു ഇപ്പോൾ ഇത്രയും പോയി കഴിഞ്ഞപ്പോ? ഇപ്പോൾ തിയേറ്റർ ഒരു വേറെ ലോകമാണല്ലോ, സിനിമയും ഒരു വേറെ ലോകമാണ്. അതൊക്കെ സിനിമയൊക്കെ പെട്ടെന്ന് തീരുന്ന അങ്ങനെയാണല്ലോ. ഇതെന്ന് പറഞ്ഞാൽ കുറച്ചൊരു ലോങ് പ്രോസസ്സാണ്. ഒരു പ്രധാന കഥാപാത്രമായിരിക്കുക. എങ്ങനെയാണ് ഇപ്പൊ സത്യേട്ടനെ കാണുന്നത്? ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, തിയേറ്ററിലൊക്കെ നമ്മൾ പഠിച്ചിട്ട് നമ്മൾ അതിനെ പ്രയോഗിക്കുന്ന പരിപാടിയാണ്. അതിൽ നമുക്ക് യാതൊരു എക്സ്ക്യൂസും ഇല്ല. തെറ്റിന്ന് പറഞ്ഞാൽ തെറ്റിന്ന് തന്നെയാണ്, വേറെ കാര്യങ്ങളില്ല. ഇതിൽ നമുക്ക് എന്തായാലും കുറച്ച് ഒന്ന് പ്രശ്നമായി. അതെ അതെ. അപ്പോൾ കുറച്ചും കൂടിയും കംഫർട്ടബിൾ ഇതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മീൻസ് കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ നമുക്കത് ചെയ്യാൻ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. ഈവൻ ഫിലിമായാലും അതുപോലെ തന്നെ നമുക്ക് ഒന്ന് ശരിയായില്ല എന്ന് പറഞ്ഞാൽ രണ്ടാമതൊന്നും എടുക്കാൻ സാധ്യതയുണ്ട്. തിയേറ്റർ തെറ്റിയത് തന്നെയാണ്, ഒരു രക്ഷയില്ല നമുക്ക്. അതായത് ലൈവായിട്ട് ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ നിന്ന് ചെയ്യുന്ന കാര്യമാണ്. അത് വേറെയാണ്. അത് നമ്മൾ അത്രയും ശ്രദ്ധിച്ച് അത്രയും എന്താ പറയുക, അങ്ങനെ ചെയ്താൽ മാത്രമേ അത് നന്നാവുള്ളൂ. അത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർമ്മ വന്നത്. ഈ ശശിധരൻ നടുവിലിൻ്റെ തന്നെ SOS സേവ് ഓഫ് സോഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേ ഉണ്ടായി 2014. അതിൽ മ്യൂസിക് ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയായിരുന്നു എൻ്റേത്. അത് കറക്റ്റ് സമയത്ത് ചെയ്യാന്ന് പറയുന്ന പരിപാടി. അപ്പോൾ ശശിയേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് നാടകങ്ങൾ, ഓൾമോസ്റ്റ് ഒരു 400-500 പ്ലേസൊക്കെ ആൾ ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രിയനന്ദനൊക്കെ ചെയ്തു തരുന്ന പ്രിയനന്ദനൊക്കെ ആളുടെ നാടകത്തിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളൊരു കക്ഷിയാണ്. എക്സ്പീരിയൻസ് അല്ല, ആളൊരു ഡയറക്ടറാണ്. അറിയില്ല? കേട്ടിട്ടറിയാം. ആളുടെയൊക്കെ മഹാരാജാസിലുള്ള ശിഷ്യന്മാരാണ് സിനിമയിൽ അബു, മറ്റേ ആഷിഖ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയോ, അതിൽ എന്നോട് ഇതേപോലെ ഒരു റോൾ ചെയ്യാൻ പറഞ്ഞു. 2014 ഒരു റോൾ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 5 മിനിറ്റല്ലേ നീ ചെയ്തേ. അപ്പോൾ ശരി ചെയ്യാം തോന്നുന്നു. അങ്ങനെ ആകെ 10 മിനിറ്റ് ഉണ്ട്. അതിൻ്റെ നാടകം തുടങ്ങുന്നതിന് മുമ്പ് ആ സമയത്തൊരു 5 മിനിറ്റും പിന്നെ ഓൾമോസ്റ്റ് എൻഡ് ചെയ്യുന്ന സമയത്ത് 5 മിനിറ്റും. ഇതിൻ്റെ ഇടയിൽ പോയിട്ട് വേണം മ്യൂസിക് ചെയ്യാൻ. മനസ്സിലായില്ലേ? എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയുക, പല കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളെന്നല്ല. ഒരു കാര്യം എന്താ പറയുക ടാസ്കിങ് അങ്ങനത്തെ ഒരാളല്ല ഞാൻ. ഒരു പണി തന്നെ മര്യാദയ്ക്ക് ചെയ്യണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടുള്ള ആളാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ വേറൊരു നാടകം അദ്ദേഹത്തിൻ്റെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. സെയിം പരിപാടി തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മ്യൂസിക് ചെയ്തിട്ട് ആക്ട് ചെയ്യാൻ സ്റ്റേജിലേക്ക് കയറുന്ന സമയത്ത് ഒരു 4-5 മിനിറ്റ് ഒന്നും ഉണ്ടാവില്ല, ബ്ലാങ്ക് ആയിരിക്കും. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ പോലും ഉണ്ടാവില്ല. അങ്ങനെ ഉള്ള അവസ്ഥയായിരിക്കും സത്യം പറഞ്ഞാൽ. ഫുൾ ബ്ലാങ്ക് ആയിരിക്കും. എനിക്കങ്ങനെ ആർക്കാരും സംഭവിക്കാവുന്ന കാര്യമാണ്. എന്നിട്ട് വായിലെ വെള്ളമൊക്കെ വറ്റി, അതെപ്പോഴും ഉള്ളതാണ്. ടെൻഷൻ കൂടുതലുള്ള ആളാണ് ഞാൻ. വായിലെ വെള്ളമൊക്കെ വറ്റി. എന്നിട്ട് എൻ്റെ ഒരു സുഹൃത്ത് അവിടെ ഒരു മിഠായിയൊക്കെ എടുത്ത് തന്നു. ഇങ്ങനെ ഇത് കയറുന്നതിന് മുമ്പ് വായിൽ വെള്ളം വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ 5 മിനിറ്റ് അതിൻ്റെ ഇടയിലും ഈ സാധനമൊക്കെ ചെയ്ത് പാക്ക് ചെയ്ത്
കൊണ്ട് നാടകം നിർത്തി. അതിനാണ് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് തന്നത്. ഓ, മധുരമുള്ള കാര്യമായിരുന്നു. ഞാൻ എന്തോ ഒരു അമളി പറ്റിയ കാര്യം പറയാമോ വിചാരിച്ചു. അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാൻ മറന്നു നിന്ന് പോയി അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ സത്യേട്ടൻ? ഒരുപാട് കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ചിലതൊക്കെ എന്താ പറയുക, സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുന്ന സമയത്ത് ഒരു നാടകം ശങ്കരപ്പിള്ള സാറിൻ്റെ സർവം സഹ എന്ന് പറഞ്ഞിട്ടൊരു നാടകമാണ്. അതിൽ ഞാനാണ് യുധിഷ്ഠിരനായിട്ട്, കുന്തിയായിട്ട് എൻ്റെ ബാച്ചിൽ പഠിക്കുന്ന സുധി എന്ന് പറഞ്ഞിട്ട്, സുധി ഇപ്പോൾ അന്വേഷിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ തിരുവനന്തപുരത്ത് അവർ സ്ത്രീ നാടകവേദിയുടെ രാജേശ്വരിയും സുധിയും അവരാണ് അത് ചെയ്യുന്നത്. അപ്പോൾ സുധിയാണ് കുന്തിയായിട്ട്. ഞങ്ങൾ രണ്ടുപേരെ ജീവിച്ചിരിപ്പുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ മരിച്ചു കിടക്കും കുരുക്ഷേത്രത്തിൽ. അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ ഈ ലൈറ്റ് ചെയ്യണ ആൾക്ക് ബ്ലാക്ക് ഔട്ട് വിട്ടുപോയി. ഈ ബ്ലാക്ക് ഔട്ട് വന്നു കഴിഞ്ഞാലാണ് ഇവർക്കും അടുത്ത സീനിലേക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തു. എനിക്ക് മനസ്സിലായി ഇത് കയ്യിൽ നിന്ന് പോയതാണ്. ഇത് ഇനി ലൈറ്റ് ഓഫ് ആയിട്ട് നമ്മൾ ഇവരെഴുന്നേറ്റ് പോക്കുണ്ടാവില്ല എന്ന്. ഞാൻ എന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ, എഴുന്നേറ്റ് പോടാ ശവങ്ങളെന്ന് പറഞ്ഞു. അത് ഇവരിത് കേട്ടിട്ട് എഴുന്നേറ്റ് പോവാന്ന് പറഞ്ഞാൽ സാധാരണ പോലെ പോയാൽ മതി. അപ്പോൾ ഇവരിങ്ങനെ പൊട്ടി പോലെ ഇങ്ങനെ പോവുക. ഇങ്ങനെയൊക്കെ ഓരോ അവിടെ വയലാ സാറൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ നോക്കി അതെന്താ ഭാവം എന്നുള്ളത്. അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പുസ്തകം എഴുതാൻ മാത്രം ഉണ്ടാവില്ലേ? ഒരു പ്രാവശ്യം ഇവിടെ ശശികേട്ടൻ്റെ തന്നെ ഒരു പിത്തളശലഭം എന്ന് പറഞ്ഞിട്ടൊരു പ്ലേ, അതിൽ ആൾക്കാർ ഞാൻ സ്റ്റേജിൻ്റെ മുകളിൽ കയറിയിട്ട് ഒരു വാക്ക് സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു സ്ഥലം എത്തിക്കഴിഞ്ഞാൽ ഞാൻ വളരെ കൂളാണ്. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഓഡിയൻസ് എന്നെ നോക്കി കൃത്യമായിട്ടിരിക്കണം, അങ്ങനെ ഒരു ഇൻട്രാക്ഷൻ വേണമെന്നൊക്കെ എൻ്റെ ഉള്ളിലുള്ള ഒരാളാണ്. അതുവരയ്ക്കുള്ള ടെൻഷനൊന്നുമല്ല. അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വളരെ കൂളായിരിക്കും. ഒരു പ്രശ്നങ്ങളും എന്നെ അലട്ടില്ല, ഒരു കാര്യങ്ങളും എനിക്ക് പ്രശ്നമല്ല. അതുവരയ്ക്കും എന്നോട് തൊടാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും ഞാൻ. അപ്പോൾ ഈ പിത്തളശലഭം നടക്കുന്ന സമയത്ത് മറ്റേ പന്തം വെച്ച് കൊളുത്തുന്നൊരു സീക്വൻസ് ഉണ്ട്. അതിൽ കുറേ ആൾക്കാർ വന്ന് ചെയ്യണം. അപ്പോൾ ഇവർ സമയം പോയോ എന്ന് പറഞ്ഞിട്ട് പേടിച്ചിട്ട് അത് കൊളുത്താണ്ട് പോയി. അപ്പം ഞാൻ മുകളിൽ ഗുരു പോലൊക്കെ ഇരിക്കുന്നുണ്ട് ഭയങ്കര ഇതിൽ. ഞാൻ പറഞ്ഞു കത്തിച്ചിട്ടൊക്കെ പോയാൽ മതി, കത്തിക്ക്. ആൾക്കാർ കൈയടിച്ച്. ഇതിലത്തെ ഡയലോഗേ അല്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ ഓരോ ചില കാര്യങ്ങൾ നമ്മൾ അതേ സമയത്ത് ഉണ്ടാവുന്ന ചില കാര്യങ്ങളായിട്ട് ചിലപ്പോൾ വന്നു ഭവിക്കും. അത് നമ്മൾ പ്ലാൻഡ് ഒന്നല്ല, ഉണ്ടാവുന്ന കാര്യങ്ങൾ. ബോറടിക്കുന്ന തമാശകളാണോ അതൊക്കെ എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ചിരിക്കാനേ പറ്റുള്ളൂ ഇതൊക്കെ. ബാക്കിയുള്ളവർക്ക് അതെങ്ങനെ കിട്ടുന്നൊന്നും അറിയില്ല. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഇത്രയും വർഷത്തെ അഭിനയ ജീവിതം അല്ലെങ്കിൽ കലാജീവിതം തന്ന ഏറ്റവും കാരണം സീരിയലിനെ സംബന്ധിച്ച് പുതിയ ആളായിരിക്കാം, സിനിമയെ സംബന്ധിച്ചും ചെറിയ ആളായിരിക്കാം, പക്ഷെ നാടകത്തിൽ ഒരിക്കലും അതല്ല സത്യം. അപ്പം അങ്ങനെ അത്രയും ഓർക്കാവുന്ന ഇപ്പോൾ ഗുരുക്കന്മാരിൽ നിന്നുള്ളതോ അല്ലെങ്കിൽ പ്രേക്ഷകരിൽ നിന്നുള്ളതോ എന്തെങ്കിലും അങ്ങനത്തെ ഒരു അനുഭവം പറയാമോ ഞങ്ങളുമായിട്ട്? അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. ടി ജി രവി അങ്കിളെ കൂടെയുള്ള അല്ല, അതൊരു ഡയറക്ടർ എന്നുള്ള രീതിയിലല്ലേ, ഒരു നടൻ എന്ന രീതിയിലും ഉണ്ടാവില്ലേ? ഒരുപാട് ആൾക്കാർ വന്നിട്ട് എന്നോട് സംസാരിക്കാറുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക കഥാപാത്രം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരുപാട് നല്ല അഭിപ്രായം കിട്ടിയത് ഇന്ന കഥാപാത്രത്തിനാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഞാൻ വളരെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ എന്നാണ് പറയുക. അപ്പോൾ
ഓൾമോസ്റ്റ് ഒരു 300ഓളം നാടകത്തിൻ്റെ അടുത്തോളം ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വളരെ കുറച്ച് നാടകങ്ങളിൽ ആക്ട് ചെയ്തിട്ടുള്ളൂ എന്ന് ഞാൻ പറയുള്ളൂ. പക്ഷെ അതിലൊക്കെ ഈ പറഞ്ഞ മാതിരി അങ്ങനെ പെർട്ടിക്കുലർ ഇന്നതെന്ന് പറയാനില്ല. എല്ലാത്തിലും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. ലിബ് എന്ന് പറഞ്ഞിട്ടൊരു നാടകം അലിയാർ ആണ് അത് ഡയറക്റ്റ് ചെയ്തത്. ഞാൻ സത്യം പറഞ്ഞാൽ അതൊരു സോളോ പോലത്തെ ഒരു പ്ലേ ആണ്. ഞാൻ മാത്രമാണ് അതിൻ്റെ ഉള്ളിൽ ഉള്ളത്. 1 hour ഒരു പ്ലേ ആണ് അത്. പിന്നീട് ഭാരത് രംഗ് മഹോത്സവം കേട്ടിട്ടുണ്ടോ? NSD കണ്ടക്ട് ചെയ്യുന്ന അതിലൊക്കെ പോവുക ഉണ്ടായി. അത് കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ ചെയ്തു അത്. അപ്പോൾ അത് ഞങ്ങൾക്ക് കിട്ടിയൊരു സെൻറ്റർ എന്ന് പറയുന്നത് ആന്ധ്രയിലായിരുന്നു, രാജമുണ്ട്രി എന്ന് പറഞ്ഞിട്ട് സ്ഥലത്തായിരുന്നു. അപ്പോൾ മലയാളം പ്ലേ കൊണ്ടുപോയിട്ട് അവിടെ എന്ത് ചെയ്യും എന്നുള്ളതൊരു വിഷയമാണ്. അപ്പോൾ എന്ത് ചെയ്യും, 2-3 വാക്ക് തെലുങ്ക് എന്താണ് അതൊക്കെ പഠിച്ചു. പിന്നെ തമിഴ്, കിട്ടാവുന്ന ഇംഗ്ലീഷ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. ഈ പ്ലേക്ക് ലിബ് എന്ന് പറയുന്ന PP രാമചന്ദ്രൻ്റെ ഒരു കവിതയാണ്. ലൈബ്രറിയൻ മരിച്ചതിൽ പിന്നെ എന്ന് പറയുന്ന ഒരു കവിത നമ്മൾ നാടകത്തിലേക്ക് ആക്കിയതാണ്. അപ്പോൾ നമ്മൾ ഇംപ്രൊവൈസ് ചെയ്ത് അത് ഉണ്ടാക്കിയെടുത്ത ഒരു കാര്യമാണ്. അപ്പോൾ ആൾക്കാരുമായിട്ട് അവർക്ക് തമിഴ് തന്നെ അറിയുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം ഒരു സാധ്യതയില്ല, ആന്ധ്രയിൽ തമിഴ് പറഞ്ഞ വലിയ കാര്യമൊന്നുമില്ല. തമിഴാണ് വല്ലതും തപ്പിപ്പിടിച്ച്, മലയാളം തന്നെ അറിയില്ല. അപ്പോൾ തമിഴ് കുറച്ച് അറിയാവുന്നൊരു കാര്യം തപ്പിപ്പിടിച്ച്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ആൾക്കാർ വന്നിട്ട്, ഒരുപാട് ആൾക്കാർ വന്നിട്ട് എന്നോട് സംസാരിച്ചു. ഇങ്ങനെയല്ല നമ്മൾ സംസാരിക്കുക. അപ്പോൾ അതിനൊക്കെ ഉപരിയായിട്ട് നമ്മൾ ചെയ്യുന്നതിന് എന്തൊക്കെയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് തോന്നി. അതാണ് അതിൻ്റെ ഒരു കാര്യം എനിക്ക് തോന്നിയത്. അപ്പോൾ ചില സമയത്ത് ലാംഗ്വേജ് ഒരു ബാരിയർ അല്ല. ഇതേ വേറൊരു പ്ലേ, ഇപ്പം നേരത്തെ പറഞ്ഞ ഷെനയുടെ പ്ലേ ബാൽക്കണി എന്ന് പറയുന്ന പ്ലേ മറ്റേ ബോംബെയിൽ പൃഥ്വി തിയേറ്ററിൽ കളിച്ചു. പൃഥ്വി തിയേറ്ററിൽ, അതും ശശിയേട്ടൻ്റെ പ്രൊഡക്ഷൻ തന്നെയാണ്. അത് കളിച്ചപ്പോൾ, അത് കളിക്കുന്ന സമയത്ത് ആ പൃഥ്വി തിയേറ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊരു ഗാലറി ടൈപ്പ് അതാണ്. കണ്ടിട്ടുണ്ടോ? പോയില്ലല്ലേ? അങ്ങനെയാണ്. സെൻറ്ററിൽ ഒരു റൗണ്ടും പിന്നെ ഇങ്ങനെ ഗാലറിയാണ്, മുകളിലേക്കാണ് അതിൻ്റെ വിഷൻ. നമ്മൾ പ്രൊസീനിയത്തിലാണ് ഈ പ്ലേ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ആക്ച്വലി. ഞാൻ വിചാരിച്ചു ഇത് പരാജയപ്പെടാനുള്ള സകല ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ലായിരുന്നു. ഏറ്റവും നല്ല പ്ലേ, ഏറ്റവും നന്നായിട്ട് കളിച്ചത് അവിടെയായിരുന്നു, പൃഥ്വി തിയേറ്ററിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരുപാട് പേര് വന്ന് എന്നോട് സംസാരിച്ചു. എനിക്ക് ഹിന്ദിയൊന്നും കാര്യമായിട്ടൊന്നും അറിയുന്നില്ല, പക്ഷെ അറിയുന്ന ഇംഗ്ലീഷും ഇതൊക്കെ ആയിട്ട് ഞാൻ അവരോടും സംസാരിച്ചു എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, തിയേറ്ററിന് അങ്ങനെയൊരു ശക്തി ഉണ്ട് തോന്നുന്നു. നമുക്ക് ചില കാര്യങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ലാംഗ്വേജ് ബാരിയർ എന്ന് പറയണേക്കാട്ടും മുകളിലേക്ക് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അതായിരിക്കും. ഞാൻ അത്ര വലിയ മഹാനൊന്നല്ല, അങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരാളൊന്നുമല്ല. അപ്പം ഉണ്ട് തോന്നുന്നു. ഇതൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ചില എക്സ്പീരിയൻസുകൾ എനിക്ക് തോന്നുന്നത്. പലരും ഞാൻ ചെയ്യുന്നതിൻ്റെ ഒരു ചില കാര്യങ്ങൾ വളരെ ഡീപ്പാക്കാൻ ഞാൻ ശ്രമിക്കും. ഏത് ക്യാരക്ടർ കിട്ടിയാലും അതിനെ ഡീപ്പാക്കാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ശ്രമിക്കും. അല്ലാണ്ട് അങ്ങനെയാണെന്നല്ല ഞാൻ പറയണേ. അപ്പോൾ ആ ശ്രമം എന്ന് പറയുന്നത് പലപ്പോഴും ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാനൊരു ആക്ടറാവാൻ കുറേശ്ശൊക്കെ പറ്റും എന്ന് തോന്നുന്ന എനിക്കും കോൺഫിഡൻസ് വരുന്നത്. അതായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും
അതുകൊണ്ടല്ലേ ഞാനിത് ഇവിടെ ഇങ്ങനെ കേട്ടിരിക്കണു. ഇനിയിപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഇത് കാണുന്നു. എന്തായാലും ഇനി തുടർന്ന് സത്യത്തിലും ഇപ്പം നാടകം എന്ന് പറയുന്നല്ലോ, അത് നാടകം ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ അങ്ങനത്തെ ഓഡിയൻസാണ് കാണുന്നത്. ഇപ്പം സീരിയൽ എന്ന് പറയുന്നത് ഒരു വലിയ, നമ്മൾ എല്ലാ വീടുകളിലേക്കും കയറി ചെല്ലുന്ന പോലെയാണ്. അതുപോലെ തന്നെ സിനിമയും അതെ, സിനിമയും ഒരു കാലാകാലത്തേക്ക് ഒരുപാട് പേര് കാണുന്നതാണ്. സത്യസന്ധമായിട്ട് പറയണം, അത്രയും ആ സ്പേസുകളിലൊക്കെ ഇനി കൂടുതൽ സത്യേട്ടനെ കാണാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അപ്പോൾ ഈ ഒരു സമയം പിന്നെ ആദ്യത്തെ ഇൻ്റർവ്യൂ പറഞ്ഞു സത്യേട്ടൻ, അതും എനിക്കൊരു സന്തോഷമായി. കാരണം ഗൗരീശങ്കരൻ കണ്ടിട്ട് പിന്നെ സത്യേട്ടനെ വിളിച്ചിരുത്തി ഇത് കേൾക്കാതിരിക്കാൻ പറ്റിയില്ല. കാരണം എനിക്കും അറിയില്ലായിരുന്നു സത്യേട്ടനെ കുറിച്ച് ഇത്ര ഡീറ്റെയിൽസ് ഒന്നും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഇരുന്ന് പറയാൻ പറ്റിയില്ല. സത്യസന്ധമായിട്ട് ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കും. അമ്മേ, ബോറടിക്കുന്ന ഇന്റർവ്യൂ ആയോ ഇല്ലയോ എന്നുള്ള. ഇല്ല, എനിക്ക് നല്ല രസമായിട്ട് എനിക്ക് ഉറപ്പാണ് പ്രേക്ഷകർക്കും അത് തീർച്ചയായിട്ടും ഇഷ്ടമുണ്ടാവും. ഒന്നും ബോറടിച്ചിട്ടില്ല. കാരണം ഒരാള് കാര്യങ്ങൾ പറയുമ്പോഴല്ലേ നമുക്ക് അറിയുള്ളൂ. നമ്മൾ കാണുന്നത് മാത്രമേ നമുക്ക് അറിയുള്ളൂ. ഇപ്പം ഇത്രയും ഉണ്ട് എന്ന് ഇങ്ങനെ ഒരാൾ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു അവസരമല്ലേ. മെയിനായിട്ട് ഞാൻ ഞാൻ എന്നെ തന്നെ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് ഇൻട്രോവേർട്ടായിട്ടുള്ളൊരു സ്വഭാവമുള്ള ഒരാളാണ്. അത്രയധികം ആൾക്കാരോട് അങ്ങനെ സംസാരിക്കാൻ എനിക്ക് പറ്റില്ല. അത് ശ്രമിച്ച് നോക്കുന്നുണ്ട്, പക്ഷേ നടക്കുന്നില്ല. ചില സമയത്ത് തീരെയും ഞാൻ ഒതുങ്ങിയിരിക്കുള്ളൂ, ഒരാളോടും ഇങ്ങനെ കയറി സംസാരിക്കുന്നില്ല. പക്ഷെ സംസാരിച്ചു തുടങ്ങി കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല, ഈസി ആയിട്ട് പോവും, അത്രേ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് എൻ്റെ ഒരു ആശങ്കയാണ് ഞാൻ ചോദിച്ചത്, ബോറടിയൻ പരിപാടിയായി പോയോ. എന്തായാലും നിർത്തണതിന് ഒറ്റ ചോദ്യം കൂടെ ചോദിക്കട്ടെ, കുടുംബത്തെക്കുറിച്ച്. ഞാനും ഭാര്യയും മാത്രമാണ്, കുട്ടികളൊന്നുമില്ല. പിന്നെ അച്ഛൻ മരിച്ചുപോയി, അമ്മയുണ്ട് ഇപ്പോഴും. എനിക്ക് 2 ബ്രദേഴ്സാണ്. ഒരാൾ റെയിൽവേയിൽ ജോലി ചെയ്യുന്നു, ICF എന്ന് പറയുന്ന ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി. പിന്നെ അതിൻ്റെ താഴെയുള്ള ആൾ ഒരു ഷിപ്പിംഗ് കമ്പനിയിൽ മറ്റേ മർച്ചൻ്റ് നേവിയിൽ ആൾ ചീഫ് എഞ്ചിനീയറായിട്ടാണ് വർക്ക് ചെയ്യണത്. തൃശ്ശൂരുണ്ട്. അങ്ങനെ അത്രയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം എന്തായാലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഇതേപോലെ അങ്ങനെ ഇരിക്കാൻ പറ്റട്ടെ വീണ്ടും. ഓക്കെ, ഒരുപാട് സന്തോഷം സത്യേട്ടാ. താങ്ക് യു. അപ്പോൾ നമുക്ക് പിന്നെ വീണ്ടും കാണാം വേറെ ഒരു അതിഥിയായിട്ട്. അതുവരേക്കും ചേട്ടാ.